മലയാളം ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിക്കഴിഞ്ഞു. വളരെ ആവേശകരമായി തന്നെ ഓരോ ദിവസവും ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലെ വെച്ച് ഈ സീസണിൽ ഓരോ ദിവസവും കണ്ടന്റ് സൃഷ്ടിക്കാൻ ഈ വന്ന എല്ലാവർക്കും കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. ഇന്നത്തെ സല്യൂട്ട് വേറെ ആർക്കുമല്ല, നമ്മുടെ രതീഷ് ചേട്ടനാണ്. കാരണം രതീഷ് ചേട്ടന് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നന്നായി മനസ്സിലാക്കി വന്ന ബിഗ് ബോസിലെ ഏക വ്യക്തി എന്ന് പറയുന്നത് രതീഷ് ചേട്ടൻ തന്നെയാണ്. ഇന്ന് നമ്മുടെ നിഷാനയുമായിട്ട് ചെറിയൊരു രീതിയിലുള്ളൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ ജാനുവായിട്ട് ഒരു ചെറിയ അടി നടത്തി. അതേപോലെ തന്നെ രാവിലെയും ജാനുവായിട്ട് സിഗരറ്റ് ഗ്യാസിൻ്റെ അവിടെ കൊണ്ട് കത്തിച്ചു എന്ന പേരിൽ തന്നെ വലിയൊരു അടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിഷാനയായിട്ട് സംസാരിക്കുന്ന സമയത്ത് രതീഷേട്ടൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് വെറും 99 ദിവസമേ ഈ ബിഗ് ബോസ് ഹൗസിലുള്ളൂ. നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്. നമുക്കിവിടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇവിടെ ഓരോ കണ്ടൻറ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. വീട്ടിൽ പോയി നമ്മൾ ഇവിടുന്ന് എലിമിനേഷനായി പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോൾ തൊട്ട് തന്നെ ഈ നിമിഷം തൊട്ട് നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കണം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ആർക്കും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നിഷാന എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ നിഷാന പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് പറയുന്നുണ്ട്, ചേട്ടാ നമ്മൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രതീഷേട്ടൻ പറയും, ഇത് തന്നെയാണ് തെറ്റ്, വന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഇപ്പോൾ തൊട്ട് നമ്മൾ കളി തുടങ്ങണം. ഇന്നലെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞു. രതീഷേട്ടൻ എന്താണെങ്കിലും കണ്ടൻറ് സൃഷ്ടിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ക്യാമറയുടെ മുമ്പിൽ രതീഷേട്ടൻ ഇപ്പോൾ ഉണ്ട്.